ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വീട്ടിൽ സാധാരണ നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസേ വേണ്ടുള്ളൂ. ജെലാറ്റിനോ ചൈന ഗ്രാസോ കണ്ടൻസ്ഡ് മിൽക്കോ കോൺഫ്ലോറോ അങ്ങനത്തെ ഒരു ഐറ്റംസ് യൂസ് ചെയ്യാതെ മുട്ടയും പാലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു കിഡിലും പുഡിങ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പുഡിങ്ങിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ പാൽ വേണം. ഞാനിപ്പോൾ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്, അതായത് 1/2 ലിറ്റർ പാലുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പാല് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. അപ്പോൾ തിളച്ച് ഓവറായിട്ട് പൊങ്ങി മുകളിൽ പാട കെട്ടുന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. പാട ഒഴിവാക്കിയിട്ട് വേണം തിളപ്പിച്ച്, അതായത് അത്യാവശ്യം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ പാൽ ഇവിടെ സ്റ്റൗ ടോപ്പിൽ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനൊരു പാനിലേക്ക് 1/3 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പം എല്ലാ സൈഡിലും പാൻ്റെ എല്ലാ സൈഡിലും ആയിട്ട് ലെവൽ ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം അറിയാമല്ലോ കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു പാകത്തിനുള്ള മധുരമാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടി അധികം മധുരം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 1-2 സ്പൂൺ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ എന്താ പറയുക, പഞ്ചസാര ഒന്ന് മെൽട്ടായി കളറ് മാറാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ കളറ് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളതിന് മൈൻഡ് ചെയ്യാതെ ഓട്ടോമാറ്റിക് അതൊന്ന് കാരമലായി വരണം. വേറെ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിലൊന്ന് കളർ മാറി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്പാച്ചിലോ സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ എല്ലാ പഞ്ചസാരയും ഒന്ന് മെൽട്ടായി കാരമലായി വരാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ കാരമലൈസ് ചെയ്തെടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവറായിട്ട് കളർ മാറാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങിന് ഭയങ്കര കയപ്പ് ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ട് ഓവറായിട്ട് ഡാർക്ക് ഷെയ്ഡ് ആക്കണ്ട കേട്ടോ, ഒരു പാകത്തിനുള്ള ഗോൾഡൻ ബ്രൗൺ കളറ്. അങ്ങനെ ഇതാ നമ്മുടെ പഞ്ചസാര മൊത്തത്തിൽ കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ മതി കേട്ടോ. ഇതിപ്പോൾ ഫ്ലെയിം കുറച്ചവിടെ വെക്കുക. അങ്ങനെ ഇതാ ഒരു സമയം കൊണ്ട് നമ്മുടെ പാലും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിലോളം ഓവറായിട്ട് ഞാൻ പൊക്കിയെടുക്കുന്നില്ല, കാരണം പാട കെട്ടണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ പൊങ്ങി വരുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പാൻ കൊണ്ട് ചുറ്റിച്ചിട്ട് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പാടയൊന്നും കെട്ടില്ല. ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഉടനെ തന്നെ ഈ ഒരു ചൂടോടെ തന്നെ നമ്മുടെ ഇതാ കാരമൽ മിക്സ് ഇല്ലേ, അതിലേക്ക് പാല് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം അവിടെ നന്നായിട്ട് കുറച്ച് വെക്കുക. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് പാൽ ഒഴിക്കുന്ന സമയത്ത് മൊത്തത്തിൽ പതഞ്ഞ് ഇതുപോലെ പാൻ്റെ മുകളിലോളം പൊങ്ങും കേട്ടോ. കാര്യമാക്കണ്ട, അത് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അതുകൊണ്ട് പ്രത്യേകം കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒഴിക്കണേ ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ കട്ട പിടിച്ചതുപോലെ ഇല്ലേ കാരമൽ, അത് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പാൽ ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ മുഴുവനായിട്ട് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ അവിടെ കൂട്ടി വെക്കുക കേട്ടോ. അഥവാ പാട ഉണ്ട് എന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേണേൽ പാൽ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. പാട ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു സമയമാകുമ്പോൾ ഈ ഹൈ ഫ്ലെയിമിലാക്കുമ്പോൾ നമ്മുടെ മൊത്തത്തിൽ ചൂട് തട്ടുമല്ലോ കാരമലും പാലും ഒക്കെ, ആ ഒരു സമയത്ത് മൊത്തത്തിൽ മെൽറ്റ് ആയിക്കോളും കേട്ടോ, കട്ടയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ, നമ്മുടെ കാരമലൊക്കെ മൊത്തത്തിൽ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്നങ്ങ് ചൂട് തണുക്കട്ടെ കേട്ടോ, അതായത് ഓവറായിട്ട് ചൂട് തണുക്കരുത്, ഒരു ഹാഫ് ചൂടൊന്ന് കുറയട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാനിതാ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കാരമൽ മിക്സ് ഒന്നങ്ങ് ചൂട്, ഭയങ്കരമായിട്ടുള്ള ഓവർ ചൂടില്ല, അത് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് സാവധാനം ചെയ്ത് കഴിഞ്ഞാൽ മുട്ട കുക്കായി പോകും. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് മുട്ട കുക്കാവാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ മുട്ട കുക്കായി കഴിഞ്ഞാൽ അവിടെ ഇവിടെ കട്ട പിടിക്കും, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ കാരമൽ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൈ കൊണ്ട് ഒഴിക്കുമ്പോൾ തന്നെ മിക്സ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടില്ല നമ്മുടെ കാരമലിൻ്റെ ആ ഒരു കട്ടയൊന്നും ഒട്ടും തന്നെ ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ സ്പീഡിലൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒട്ടും തന്നെ മുട്ട കുക്കാവാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണ്. അങ്ങനെ ഇതാ മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ്ങിൻ്റെ സ്റ്റെപ്സ് മൊത്തത്തിൽ കഴിഞ്ഞ് കേട്ടോ, പരിപാടി കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ. നമ്മളിതിൽ ചൈന ഗ്രാസോ ജെലാറ്റിനോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തില്ലല്ലോ. ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റീം ചെയ്തെടുക്കാം.
അപ്പോൾ പുഡിംഗ് സ്റ്റീം ചെയ്തെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു ഗ്ലാസ് ട്രേ എടുത്തിട്ടുള്ളത്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, സ്റ്റീലിൻ്റെ പ്ലേറ്റോ ബൗളോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് ഇതുപോലെ അരിച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ചെറിയ ചെറിയ പാടയൊക്കെ എന്തായാലും ഉണ്ടാവും നമ്മുടെ പാലിൻ്റെയും മുട്ടയുടെ ഒക്കെ. അപ്പോൾ അതൊക്കെ മൊത്തത്തിലൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ അരിച്ചിട്ട് തന്നെ വേണം കേട്ടോ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചു കൊടുക്കുക. അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ചെറിയ ചെറിയ പാടയൊക്കെ എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് മൊത്തത്തിലായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ ഇതുപോലൊരു ക്ലിംഗ് റാപ്പ് എടുത്തിട്ട് ഈ ജസ്റ്റ് ഒന്ന് ഈ ഒരു ട്രേ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചുറ്റിച്ചോ, ഒന്നിക്ക് ഫോയിലോ ക്ലിംഗ് റാപ്പോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവിയുടെ വെള്ളം ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും വരുമല്ലോ ആവി വെള്ളം, അപ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാ ഞാനൊരു സ്റ്റീമറിൽ ഇവിടെ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പതുക്കെ ട്രേ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ സ്റ്റീലിൻ്റെ ബൗളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇത് ഓരോ ആൾക്ക് കുറച്ച് കുറച്ചായിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കപ്പ് ഉണ്ടാവില്ലേ, അതിലൊക്കെ സെർവ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഇതാ ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതാണ് ഇതിൻ്റെ വേവിൻ്റെ ടൈം എന്ന് പറയുന്നത്, കറക്റ്റ് 20 മിനിറ്റ്. അങ്ങനെ ഇതാ കറക്റ്റ് 20 മിനിറ്റ് ആകുന്ന സമയത്താണ് ഞാൻ സ്റ്റീമർ തുറക്കുന്നത്. നല്ലപോലെ വെന്തിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ. അപ്പോൾ ഇനി ഇതിപ്പോൾ പതുക്കെ കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2-3 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കുക. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തണുത്തത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചൂടോടെ കഴിക്കണമെങ്കിൽ ഒന്നങ്ങ് ചൂട് തണുത്തതിന് ശേഷം കഴിക്കുക. എങ്ങനെയാലും കുഴപ്പമില്ല, ഏത് രീതിയിലും കഴിക്കാം. അങ്ങനെ ഇത് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പുഡിങ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബദാമോ അണ്ടിപ്പരിപ്പൊക്കെ ക്രഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഭയങ്കര സിമ്പിൾ പുഡിംഗ് ആണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ലൊരു കളറാണ് കേട്ടോ സെർവ് ചെയ്ത് വെച്ചാലല്ലോ. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും എന്താ പറയുക, നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടെക്സ്ചർ എന്ന് പറയില്ല, അതുപോലത്തെ ഒരു പുഡിംഗ് ആണ് കേട്ടോ. കണ്ടില്ല, ഞാൻ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ഒരു ഇളകി കളിക്കുന്ന ടൈപ്പ് പുഡിംഗ് ഇല്ല, ആ ഒരു രീതിയിലുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. സാധാരണ എല്ലാം നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസേ ഉള്ളൂ, മറ്റുള്ള ഒരു ചൈന ഗ്രാസോ ജെലാറ്റിനോ കോൺഫ്ലോറോ അങ്ങനത്തെ ഒന്നും വേണ്ടയും താനും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്